ഹലോ ഹായ്. അങ്ങനെ നമ്മൾ തൊട്ടപേട്ട പീക്ക് ഓപ്പൺ ആക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പീക്കിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറയണത്. നീലഗിരി മലനിരകളിലെ ഏറ്റവും ടോപ്പസ്റ്റ് പീക്കാണ് ഈ തൊട്ടപേട്ട പീക്ക്. അങ്ങോട്ടുള്ള വഴി തന്നെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം രണ്ട് സൈഡിലും കാറ്റാടി മരങ്ങൾ നിറഞ്ഞിട്ട് അതിൻ്റെ വുഡിലാണെങ്കിൽ മൂസുകൾ ഫുള്ള് കവർ ചെയ്തിട്ട് കാണാൻ തന്നെ അടിപൊളിയാണ്. വണ്ടികൾക്ക് ഒരു എൻട്രി ഫീ ഉണ്ട്, കാറിന് മാത്രമാണ്, ബൈക്കിനില്ല. കാറിന് 20 രൂപ അങ്ങനെ എന്തുകൊണ്ടാണ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ മുകളിൽ നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ പോണതിൻ്റെ അവിടെ നമുക്ക് പെർ പേഴ്സണ് 10 രൂപ ഉണ്ടുള്ളൂ. ഫുള്ള് പച്ചപ്പ് കവർ ചെയ്തിട്ട് കണ്ടോ, മരങ്ങളുടെ മുകളിലും മൊത്തം നമ്മൾ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടോ ഫുള്ള് മോസ് കവർ ചെയ്തിട്ട്. ഈ മോസുകളൊക്കെ പണ്ടേ ഉള്ളതായിരിക്കാം, പക്ഷെ ഞാനൊക്കെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ ഈ ടെറേറിയം മേക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ നമ്മൾ പീക്കിലെത്തിയിട്ടുണ്ട്. ഇതവിടെ കയറി പോകുന്നിടത്തുള്ള ചെറിയ ചെറിയ കടകളാണ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കടലയാണ്. നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് കോഫി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പിന്നെ ഹോട്ടലൊന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു പാത്രം കടലയ്ക്ക് 50 രൂപയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലൈവായിട്ട് നമ്മളെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നമുക്ക് വിശപ്പ് തീരാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപാര തണുപ്പായതുകൊണ്ട് നമ്മളൊരു ക്യാപ്പും കൂടെ വാങ്ങിച്ച്. ഇതാണ് എൻട്രിക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. പെർ പേഴ്സണ് 10 രൂപയാണ്. ഈ കാണുന്നതാണ് വാച്ച് ടവർ. അതിൻ്റെ മേലെ കയറിയിട്ട് ബൈനോക്കുലർ വെച്ചിട്ട് നമുക്ക് വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുള്ള് കോട മൂടി കിടക്കണമായതുകൊണ്ട് നമുക്കൊരു വ്യൂവും കിട്ടിയില്ല. ആ വാച്ച് ടവറിൻ്റെ മേലെ കയറിയിട്ട് നമ്മൾ ബൈനോക്കുലറിലോ അല്ലാതെ 360 ഡിഗ്രി അളവിൽ നമുക്ക് കർണാടക, ബന്ദിപ്പൂർ, മുക്കുരുത്തി നാഷണൽ പാർക്ക് ഇങ്ങനെ എല്ലാം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് കോട മൂടി കിടക്കുമായിരുന്നു, അത്രയും മഞ്ഞായിരുന്നു. ഈ വാച്ച് ടവറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വിൻഡോ കൂടെ നോക്കിയാലാണ് നമുക്ക് നോർമലി ആ സൈറ്റ് കാണാൻ പറ്റുക, വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുക. പക്ഷേ ഫുള്ള് കോട മൂടി കിടക്കണമായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമുക്ക് വിൻഡോയുടെ അവിടെ ഒന്നും നിൽക്കാൻ പോലും പറ്റില്ല. കാരണം താഴേന്ന് ഇങ്ങനെ ഫുൾ കോട അടിച്ച് കയറുകയാണ് ഉള്ളിലേക്ക്. തണവെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതിരി തണവും 12 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും നമുക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഫുള്ള് പാറക്കെട്ടുകളൊക്കെ ആയിട്ടുള്ള. ഇവിടെ നിന്നിട്ട് താഴേക്ക് നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്കത് ഒന്നും കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഭയങ്കര തണവുമായിരുന്നു, മഴയും. തണുത്തിട്ട് നമ്മളെ കയ്യും കാലൊക്കെ അത്രയും മരവിച്ച് പോയി. കാലൊക്കെ കടയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇനി നടക്കാൻ പറ്റില്ല എന്ന്. അത്രയും കാലൊക്കെ ഇങ്ങനെ ഒരുമാതിരി കഴപ്പ് വരാൻ തുടങ്ങി. പിന്നെ കൈയൊക്കെ നമുക്ക് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അങ്ങനെ ഒരു കൈ അവിടെ ഉണ്ടെന്ന് തോന്നില്ല, അത്ര അധികം തണവായിപ്പോയി. വാച്ച് ടവറിൻ്റെ താഴെയായിട്ട് തന്നെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ കോഫി, നൂഡിൽസ്, ചായ, പിന്നെ കോണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും കയറിയിട്ട് കോഫി കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഓരോ കോഫി വാങ്ങി കുടിച്ചു.
തണുവ് കൂടിയിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു കാഴ്ചകളാണിത്. 2 പാറകൾ ഫുള്ള് മോസ് മൂടി കിടക്കുന്ന ഒരു കാഴ്ചകളുണ്ട്. പിന്നെ മരങ്ങൾ മൊത്തം ഇങ്ങനെ കണ്ടില്ലേ, മോസ് കവർ ചെയ്തിട്ട് കാണാൻ തന്നെ മേലെന്ന് ഇങ്ങനെ മഞ്ഞ് കൊഴിയുണ്ട്. നല്ല ഭംഗിയായിരുന്നിട്ട് കാണാനായിട്ട്. നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുവ് അമ്മാതിരി തണവായതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടക്കാൻ പറ്റാണ്ടാവുക എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോന്നു. പിന്നെ അതിൻ്റെ വരുന്ന സൈഡിലെ പൂക്കളാണിത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനത്തെ പൂക്കളൊക്കെ. നമ്മൾ ഇതുവരെ കാണാത്ത പലതരം ടൈപ്പ് പൂക്കളും മരങ്ങളും. നമുക്ക് നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു പോരാൻ പറ്റില്ല. അത്രയും ടൈം നമ്മളവിടെ നിൽക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ പോകുന്നു. ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാ സ്റ്റെംസും ഫുള്ളും കവർ ചെയ്തേക്കണം മോസ് വെച്ചിട്ട്. ഇതാണ് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. പക്ഷെ നമ്മുടെ കാറ് ഇവിടെ ഫുള്ളായതുകൊണ്ട് താഴെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും ഫുള്ള് സ്റ്റാർ മോസ് നിറഞ്ഞിട്ട് കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ. ഞാനിതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. റൂമിലേക്കാണ് പോണത്. അത് കഴിഞ്ഞ് ഇനി 1-2 സ്ഥലങ്ങളും കൂടെ പോവാണ്ട് അതും കൂടെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുള്ളൂ.